Hi, hello. Welcome to Success Academy. So, SSC CHSL 2019, 12th October 2020 shift 2 questions ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So, let's start. First one, select the wrongly spelled word. Judiciary Virtual Ambassador and and appreciate. So, of course, ambassador എന്നുള്ളത് തന്നെയാണ് because double S വരണം അവിടെ. Okay. So, moving on. Select the most appropriate synonym of the given word agile. Agile എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക ആ ഒരു ബേസിലാണ് യൂസ് ചെയ്യുന്നത്. സോ agile, the answer is nimble. Select the most appropriate meaning of the given idiom. Actions speak louder than words. ഡെയിലി ലൈഫിൽ കൂടെ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണത്. സോ അതിൻ്റെ റിയൽ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് യു ഡു റിവീൽസ് ദ റിയൽ യു. നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള നമ്മുടെ ക്യാരക്ടർ കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൻ വേർഡ് ഫർട്ടീവ്. ദാറ്റ് മീൻസ് സീക്രറ്റീവ്. സോ മൂവിങ് ഓൺ. കോംപ്രിഹെൻഷൻ ആണ്, പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ വി ജസ്റ്റ് നീഡ് ടു ചൂസ് ദ ആപ്റ്റ് വൺ. സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ചോയ്സസ് വി മേക്ക് ഇൻ ലൈഫ് ഡിറ്റർമൈൻ ഹൂ വി ആർ. വൺസ് ലൈഫ് is dash marked by the exemplary choices one has made. അതായത് സ്ഥിരമായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ചേഞ്ചസും നമ്മൾ കാരണമാണ്. അതായത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചോയ്സസിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയുന്നത്. സോ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഓഫ് കോഴ്സ് ദി ആൻസർ വിൽ ബി ഓഫൻ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. One's life is often marked by the exemplary choices one has made. So along one's journey. നമ്മുടെ ജേർണി അല്ല പറയുന്നത്. സോ സ്പെസിഫൈ ചെയ്യുന്നത്. സോ along one's journey. So the next one, moving on. The mega icon Ratan Tata has described his journey from being. അതായത് ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ് പറയുന്നത്. ഈ 7 വയസ്സുണ്ടായിരുന്നൊരു പയ്യനായിരുന്നപ്പോൾ തൊട്ടുള്ളത്. സോ ഇറ്റ് മസ്റ്റ് ബി ഫ്രം. സോ മൂവിങ് ഓൺ. From being a 7-year-old boy who played his part in. Of course, അത് നമുക്ക് ഓപ്ഷൻസ് വായിക്കും, പാസേജ് ഓപ്ഷൻസ് തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. സോ ഇറ്റ്സ് ഈസി ടു ആക്ച്വലി ഐഡൻറ്റിഫൈ ദിസ്. സോ പാർട്ട് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ടു ബീങ് മൂവ്ഡ് ബൈ ദ പ്ലൈറ്റ് ഓഫ് എ ഫാമിലി ഓൺ എ 2-wheeler വിച്ച് ബിക്കെയിം ദ ജെനസിസ് ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഡാഷ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. വേൾഡ്സ് മോസ്റ്റ് ഓഫ് കോഴ്സ് എക്കണോമിക്കൽ കാർ. ബിക്കോസ് എക്കണോമിക് ആൻഡ് എക്കണോമിസ്റ്റ് എന്നുള്ളത് ടോട്ടലി വേറെ സെൻസിൽ യൂസ് ചെയ്യുന്നതാണ്. എക്കണോമിക്കൽ മീൻസ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വണ്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ മോസ്റ്റ് എക്കണോമിക്കൽ കാർ ദ ടാറ്റ നാനോ. സോ യു ആർ ഡൺ. നെക്സ്റ്റ്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം. എ പീസ് ഓഫ് കേക്ക്. ദിസ് ഈസ് പോസിബിൾ ബൈ എവ്രി വൺ. അതായത് എല്ലാവർക്കും നടക്കുന്ന, ഇറ്റ്സ് എവ്രി വൺസ് പീസ് ഓഫ് കേക്ക് എന്ന് പറയാം. അതായത് ഈസി ആയിട്ട് നടക്കുന്ന ഏതൊരു കാര്യം, ഇതൊക്കെ ആരെക്കൊണ്ടും പറ്റും എന്നൊക്കെ പറയുന്നതിനാണ് പറയുന്നത് ദിസ് വൺ. സോ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി. മൂവിങ് ഓൺ. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റണിം. ഓപ്പോസിറ്റ് ആണ് വേണ്ടത്, റിസർവ്ഡ്. ഒരാൾ പ്രൂഡൻറ്റ് റിസർവ് ആണെന്നൊക്കെ പറയും. അതായത് അധികം ആൾക്കാരോട് സംസാരിക്കില്ല, കുറച്ച് റിസർവ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ആണെന്ന് പറയും. സോ ഇവിടെ ആൻറ്റണിം ആണ് വേണ്ടത്, ഓപ്പോസിറ്റ് ആണ് വേണ്ടത്. സോ ഓഫ് കോഴ്സ് ദി ആൻസർ ഇസ് ഫ്രണ്ട്ലി. നെക്സ്റ്റ് വൺ. Given below are 4 jumbled sentences. Select the option that gives their correct order. ഇതിൻ്റെ ഓർഡർ ആണ് വേണ്ടത്. സോ എപ്പോഴും ഈ പാരാ ജംബിൾഡ് ആയിട്ട് കിട്ടുമ്പോൾ ഒരു ഓർഡർ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സെൻറ്റൻസ്, ഇപ്പോൾ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഈ 4 ഓപ്ഷൻസിൽ ഒരു സെൻറ്റൻസ് ഓഫ് കോഴ്സ് ഇതുമായിട്ട് 3 സെൻറ്റൻസസ് കണക്റ്റഡ് ആയിരിക്കും. ഒരു സെൻറ്റൻസ് കണക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷേ അതൊരു ഇൻട്രോ തരുന്ന പോലത്തെ ഒരു സെൻറ്റൻസ് ആയിരിക്കും. സോ അതാദ്യം കണ്ടുപിടിക്കുക. ആൻഡ് ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് വൺ. സോ ബിഹൈൻഡ് ദം കം camels carrying drums and small guns. Of course, ഇത് കണക്റ്റഡ് സെൻറ്റൻസ് ആണ്, കാരണം ബിഹൈൻഡ് ദെം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ദ എംപറർ ഇസ് എസ്കോർട്ടഡ് ബൈ 2 decorated elephants who head the procession. സോ ഇത് ആയിരിക്കാം, ഫസ്റ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ലെറ്റ്സ് ഗോ ടു ദ ഓപ്ഷൻസ്. നമുക്ക് ആ ഓപ്ഷൻ ബേസിൽ നോക്കാം. ദി എംപറർ ഇസ് എസ്കോർട്ടഡ് ബൈ 2 decorated elephants who head the procession എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സി ആണ് അവർ പറയുന്നത്. നെക്സ്റ്റ് വൺ. At the end come the platoons of soldiers in rows of 2. അതാവാൻ ചാൻസ് ഇല്ല, കാരണം എറ്റ് ദി എൻഡ് എന്നാണ് പറയുന്നത്. സോ സെൻറ്റൻസ് തീരെയാണ് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് BCD as ആൻസർ. ഇറ്റ് വിൽ ബി റോങ്. നെക്സ്റ്റ് വൺ. DCB ആണോ നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഇസ് എ വോളി ഓഫ് ഗൺസ് അനൗൺസിങ് എംപറർ ബഹാദൂർ ഷാസ് എൻട്രി ഇൻ ടു ദ മോസ്ക്. ഓഫ് കോഴ്സ് ഡി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ഏറ്റവും ആദ്യം നടക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ
DCBA, C at the end പറഞ്ഞെങ്കിൽ. സോ DCBA അല്ല. നെക്സ്റ്റ് DBAC ആണോ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓളിൻ്റെ കാര്യം കറക്റ്റാണ്. B, the emperor is escorted by 2 decorated elephants. ഓക്കെ, ആദ്യം എംപറർ വരുന്ന കാര്യം പറഞ്ഞു, രണ്ടാമത് എംപററിനെ എസ്കോർട്ട് ചെയ്യുന്ന 2 ആനകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അത് വരെ കറക്റ്റാണ്. ഇനി എ എന്ന് വെച്ചാൽ ബിഹൈൻഡ് ദം കം ക്യാമൽസ് ക്യാരിങ് ഡ്രംസ് ആൻഡ് സ്മോൾ ഗൺസ്. സോ ഇവരുടെ പുറകെ വരുന്നത് ഇവരാണ്, അതിൻ്റെ അവസാനം വരുന്നത് ഇതാണ്. സോ ഓഫ് കോഴ്സ് ദി ആൻസർ ഇസ് DBAC. ഓക്കെ, next one, in the given sentence identify the segment which contains the grammatical error. Freedom of expression, meaning the right to express one's own convictions and beliefs. ഇത് വായിക്കുമ്പോൾ തന്നെ കല്ലേടി മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓഫ് കോഴ്സ് മീനിങ് ദ, ആ പാട്ടാണ് ഗ്രാമാറ്റിക്കൽ എറർ. ബിക്കോസ് മീനിങ് ദ റൈറ്റ് എന്നല്ല പറയും, മീൻസ് ദ റൈറ്റ്, ആ ബേസിൽ നമ്മൾ സംസാരിക്കത്തുള്ളൂ. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി അണ്ടർലൈൻ സെഗ്മെന്റ് ഇൻ ദ ഗിവൻ സെൻറ്റൻസ്. If there is no need to substitute it, select no. The rising prices of essential food items have placed an weighty burden on the poor. And the underlined part was an weighty burden. അതായത് ഈ പ്രൈസസ്, എസെൻഷ്യൽ ആയിട്ട് സാധനങ്ങളുടെ പ്രൈസ് കൂട്ടിയത് വലിയ തരത്തിൽ തന്നെ ആൾക്കാരിൽ, അതായത് പാവപ്പെട്ട ആൾക്കാരിൽ ഭയങ്കര വലിയ രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സോ ഓഫ് കോഴ്സ് ആ വെയ്റ്റി ബർഡൻ എന്നുള്ളത് എനോമസ് ആയിരിക്കും. ഓക്കെ, select the most appropriate antonym of the given word. Enigma. See, enigma എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട്, മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് enigma എന്ന വേർഡിൻ്റെ അർത്ഥം. സോ ആൻറ്റണിം ആണ് ഇവിടെ വേണ്ടത്, നമുക്ക് ഓപ്പോസിറ്റ് ആണ് വേണ്ടത്. ആൻഡ് ദ ആൻസർ വിൽ ബി ക്ലാരിറ്റി. Select the word which means the same as a group of words given, having no moral principles. Mischievous അല്ല, ഭയങ്കര കുസൃതി, ആ ഒരു ബേസിലാണ് മിസ്റ്റീവിയസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എത്തിക്കൽ എന്ന് വെച്ചാൽ ഭയങ്കര എത്തിക്കലി ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. അണ്ണവർ എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്തൊരു കാര്യം. സോ ഓഫ് കോഴ്സ് ദ ലെഫ്റ്റ് ഓഫ് ഓപ്ഷൻ ഇസ് അൺസ്ക്രൂപ്പുലസ്. സെലക്ട് ദി റോങ്ലി സ്പെൽഡ് വേർഡ്. റീസെറ്റിൽമെൻറ്റ് കറക്റ്റ് ആണ്. എംബാരസ്മെൻറ്റ് ഇസ് ഫൈൻ. അനൗൺസ്മെൻറ്റ് അണ്ടർഗമെൻറ്റ്. എംബാരസ്മെൻറ്റിൽ ആണോ എസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഇസ് ദ റോങ് വൺ. നെക്സ്റ്റ് വൺ, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഇൻ ദ ഗിവൻ സെൻറ്റൻസ്. ദോസ് ഏർണിംഗ് ലെസ് ദാൻ ₹10,000 ആർ, നമ്മളിത് യൂഷ്വലി യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസ് ആണ്. ലൈക്ക് എബൌട്ട് 20 ആയിട്ടുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസ് ആണിത്. സോ ഓഫ് കോഴ്സ് നമുക്ക് അറിയാവുന്നതാണ് എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് എന്നാണ് പറയുക. ഓക്കെ, മൂവിങ് ഓൺ, സെലക്ട് ദി കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദി ഗിവൻ സെൻറ്റൻസ്. പാസീവ് ഫോമിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാം. ഇതിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് ആയിരിക്കും പാസീവിലാക്കുമ്പോൾ ലാസ്റ്റ് ആയിട്ട് വരുന്നത്, ആൻഡ് ഇതിൽ സെക്കൻഡ് പാർട്ടായിരിക്കും ഫസ്റ്റ് ആയിട്ട് വരുന്നത് പാസീവിൽ. So the Delhi police has shot an educational video on traffic rules for school students. So ഈ ട്രാഫിക് റൂൾസ് എന്താ പറയുക, ആ ഭാഗമാണ് ഫസ്റ്റ് വരേണ്ടത്. ലൈക്ക് എഡ്യൂക്കേഷണൽ വീഡിയോ ഓൺ. സോ എവറി സെൻറ്റൻസ് സ്റ്റാർട്ട്സ് വിത്ത് എഡ്യൂക്കേഷണൽ വീഡിയോ ഓൺ. ഹാസ് ബീൻ ഷോട്ട് എന്ന് പറയും, കാരണം നമുക്ക് കണക്ട് ചെയ്ത് പാസീവ് ആക്കുമ്പോൾ എപ്പോഴും ഹാസ് ബീൻ ഷോട്ട് ആയിരിക്കും. സോ ഹാഡ് ബീൻ അല്ല, പാസ്റ്റ് ബേസിലല്ല പറയേണ്ടത്, വാസ് ബീങ്ങും അല്ല, കംപ്ലീറ്റ് പാസ്റ്റും അല്ല പറയേണ്ടത്, ആൻഡ് ഈസ് ബീങ്ങും അല്ല, പ്രസൻ്റ്ലി നടക്കുന്നതും അല്ല. സോ ദ ആൻസർ ഇസ് തേർഡ് വൺ. ഓക്കെ, മൂവിങ് ഓൺ, ഗിവൺ ബിലോ ആർ 4 ജംബിൾ സെൻറ്റൻസസ്. സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് ഗിവ്സ് ദ കറക്റ്റ് ഓർഡർ. അഗെയിൻ സെയിം രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ മതി. ഓപ്ഷൻസ് ഓരോന്ന് എടുത്തിട്ട് അല്ലാത്തത് കറക്റ്റ് ആയിട്ടല്ല, തെറ്റായിട്ട് തോന്നുന്നത് ജസ്റ്റ് ഡിലീറ്റ് ഇറ്റ്. സോ in order to buy that bicycle, he plans to win some prize money by teaching an illiterate person how to read and write. He എന്ന് പറയുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് അത് കണക്റ്റഡ് സെൻറ്റൻസ് ആണ്. അഗെയിൻ ഹീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എയും ബിയും വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. The film douches about a young Iranian village boy. So of course it starts with D. അല്ല, C will be the first answer. And C വെച്ച് തുടങ്ങുന്ന രണ്ട് ഓപ്ഷൻസ് ഉള്ളൂ. ഇത് രണ്ടിലും മാത്രമാണ് ഇനി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. ഫിലിം അതിനെക്കുറിച്ചാണെന്ന് പറഞ്ഞു. ബട്ട് ദ ഓൺലി ഇലിറ്ററേറ്റ് പേഴ്സൺ ഇസ് എ 90-year-old വുമൻ ഹൂ ഇസ് ഇൽ ടെമ്പേർഡ് ആൻഡ് ഡസൻ വിഷ് ടു ലേൺ എനിത്തിങ്. സോ അതായിരിക്കാനും ചാൻസ് ഇല്ല, കാരണം കണക്റ്റഡ് സെൻറ്റൻസസ് ആണ്. സോ ദ ഫിലിം ഡൗട്ട്സ് അബൌട്ട് എ യങ് ഇറാനിയൻ വില്ലേജ് ബോയ് ആൻഡ് ഹീ നീഡ്സ് എ ബൈസിക്കിൾ ടു വിൻ. സോ ഇറ്റ് വിൽ ബി C ആൻഡ് B. കാരണം ഇനി ആ പയ്യൻ എന്താണ് ആവശ്യം എന്നുള്ളതും കൂടി പറയണം. ഫിലിം ആരെക്കുറിച്ചാണെന്ന് പറഞ്ഞു, ഇനി ആ പയ്യൻ എന്താണ് ആവശ്യമുള്ളതെന്ന് പറയണം. സോ ഇറ്റ് ഷുഡ് ബി CB. CB. അത് കഴിഞ്ഞിട്ട് ഇൻ ഓർഡർ ടു ബൈ, ആ ബൈസിക്കിളാണ് അവന് ആവശ്യം എന്ന് പറഞ്ഞു. ഇനി ആ ബൈസിക്കിൾ മേടിക്കാനുള്ള എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. പക്ഷേ ആ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ലാസ്റ്റിൽ പറയുന്നത്. സോ ദി ആൻസർ ഇസ് CBAD. So the 21st one, select the most appropriate option to substitute the underlined segment.
Here the underlined part is deceased, okay? So basically deceased എന്ന് പറഞ്ഞാൽ മരണം അല്ലെങ്കിൽ ആ ഒരു ബേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So India has lost a veteran actor with the deceased of ശ്രീറാം ലാഗു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ of course യൂസ് ചെയ്യുന്ന ഒരു synonym ആണ് demise. So the answer is demise. Next one. Select the correct indirect form. Indirect ഫോമിലേക്ക് മാറ്റുമ്പോൾ പ്രത്യേകിച്ച് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ആസ് ഐ മെൻഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. WH ഫാമിലിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്, അതായത് യെസ് ഓർ നോ ബേസിൽ. ഇതൊരു യെസ് ഓർ നോ ആണ്. സോ യെസ് ഓർ നോ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യണം. ആൻഡ് അൺലക്കിലി എല്ലാത്തിലും ഇഫ് വന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു ചൂസ് ദ ടെൻസ്. ഇനി ടെൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇസ് വരില്ല എന്നുള്ളത് കൺഫേം ആണ്. വാസും വരില്ല, ബിക്കോസ് ഇവിടെ ഹാസ് വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് അഗെയിൻ ഇവിടെ സെയിം ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്കൊരു ബീൻ യൂസേജിൽ വരുന്നുണ്ട്. ദാറ്റ് ഇസ് എ ബേസിക് റൂൾ. സോ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ് സിത്ത ബാസ്റ്റ് ഹിസ് മദർ ഇഫ് ഇറ്റ് ഹാഡ് ബീൻ സ്നോയിങ് ഓൾ നൈറ്റ്. നെക്സ്റ്റ് വൺ. In the given sentence, identify the segment which contains a grammatical error. My hotel in Goa had a wonderful view of the sea in the window. In the window എന്ന് ആരെങ്കിലും പറയൂ? അത് ജനലിൻ്റെ പുറത്താണോ ഈ പറഞ്ഞ വ്യൂവിന് സ്ട്രക്ക് ചെയ്യുന്നത്? സോ ഓഫ് കോഴ്സ് സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ ബേസിക് ഇംഗ്ലീഷുള്ള ആർക്കും മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദ ആൻസർ ഇസ് ഇൻ ദ വിൻഡോ. അവിടെയാണ് ഗ്രാമാറ്റിക്കൽ എറർ. നെക്സ്റ്റ് വൺ. സെലക്ട് ദി വേർഡ് വിച്ച് മീൻസ് ദ സെയിം ആസ് ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൻ. യൂസിങ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഈക്വലി വെൽ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു വേർഡാണ്. ആംബി ഡെക്സ്ട്രസ് എന്നാണ് പറയുക. ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ കൈയല്ലല്ലോ. ഇന്ന് എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് എക്സ്പേർട്ട് അല്ലാത്തത്, അൺസ്കിൽ എന്ന് പറഞ്ഞാൽ സ്കിൽ ഇല്ലാത്തത്. ഓഫ് കോഴ്സ് ഈ രണ്ട് കൈയും ഒരുമിച്ച് ഈക്വലി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ആംബി ഡെക്സ്ട്രസ് ആണ്. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഇൻ ദ ഗിവൻ സെൻറ്റൻസ്. ദ ടീച്ചർ ഡാഷ് ദ സ്റ്റുഡൻറ്റ് ഫോർ ചീറ്റിംഗ്. ചീറ്റിംഗ് നല്ല കാര്യമൊന്നുമല്ല. സോ ഓഫ് കോഴ്സ് ഡിസപ്രൂവൽ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. റെഫ്യൂസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. റെഫ്യൂസ് ചെയ്യല്ലോ ചെയ്യുന്നത്, ഡിസപ്രൂവൽ അല്ല കാണിക്കുന്നത്. ഇൻവോക്ക് ചെയ്യാനൊന്നും പറയിട്ടില്ല. പ്രൈസ് ചെയ്യാനും പറ്റില്ലല്ലോ, കാരണം ഇത്രയും നല്ലൊരു ചീറ്റിംഗ് ചെയ്തതിന് ശേഷം ആരും ഒരു ടീച്ചറും പ്രൈസ് ചെയ്യത്തില്ല. സോ ഓഫ് കോഴ്സ് ദി ആൻസർ ഇസ് റെബ്യൂക്ഡ്. സോ ദിസ് വാസ് ദ ആൻസേഴ്സ് ഫോർ ദ ഐ ജസ്റ്റ് ഡിസ്കസ്ഡ് ഇറ്റ്. ആൻഡ് റൈറ്റ് നൗ ഇപ്പം നിങ്ങൾക്ക് ഹാപ്പിയാണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോളോ ദിസ് ചാനൽ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു.